ഞാൻ നേരത്തെ പോയിട്ട് വേറെ മാലിന്യങ്ങൾ കുന്നുകൂട്ടുന്നത് നമ്മുടെ സേവന രംഗത്തെ നിലവാരം ഇല്ലാതാക്കുന്നതിനും സാംസ്കാരികമായ അധപ്പതനത്തിലേക്കുമൊക്കെ നയിക്കുന്ന, അതിനെ മൂർച്ഛിപ്പിക്കുന്ന സമീപനമാണ് ഈ എമർജിംഗ് കേരളയിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പദ്ധതിയിലെ ഏതെങ്കിലും ചില പദ്ധതികളെ ഒഴിവാക്കുക അല്ലെങ്കിൽ മാറ്റുക എന്ന തരത്തിലല്ല ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ കാണുന്നത്. അടിസ്ഥാനപരമായി ഈ വികസന നയത്തിന്റെ ഈ പരിപ്രേക്ഷ്യത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഒരു തുണ്ട് ഭൂമി അനാവശ്യമായി ഉപയോഗിക്കാൻ കേരളത്തിലില്ല. ഇവിടുത്തെ മനുഷ്യവിഭവങ്ങളെ പരമാവധി മെച്ചപ്പെട്ട രീതിയിൽ വളർത്തിയെടുക്കുന്നതിൽ ഒരമാന്തവും കാണിക്കാൻ പാടില്ല. വളരെ വ്യാപകമായി വളർന്നുകൊണ്ടിരിക്കുന്ന സ്വാശ്രയ സ്ഥാപനങ്ങൾ എല്ലാ തരത്തിലുള്ള മനുഷ്യവിഭവങ്ങളെയും മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിരന്തരമായി നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള പുനരാലോചനകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തണം, സന്നദ്ധ പ്രസ്ഥാനങ്ങൾ നടത്തണം. കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ആ തരത്തിലുള്ള ചിന്തകൾ നടത്തേണ്ട ഒരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് എമർജിംഗ് കേരള മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായ വികസന സങ്കല്പത്തെ തന്നെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചോദ്യം ചെയ്യുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എങ്ങനെ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു ബദൽ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കേണ്ടതിന്റെ ആവശ്യം ഊന്നി പറയുന്നു. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇലകൾ മൂളിയ മർമ്മരം, കിളികൾ പാടിയ പാട്ടുകൾ, ഇലകൾ മൂളിയ മർമ്മരം, കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ എങ്ങു നിലച്ചു കേൾപ്പതു ഭൂമി തന്നുടെ നിലവിളി, ഒക്കെ എങ്ങു നിലച്ചു കേൾപ്പതു ഭൂമി തന്നുടെ നിലവിളി. നിറങ്ങൾ മായും ഭൂതലം, വസന്തമിങ്ങു വരാതിടം, നിറങ്ങൾ മായും ഭൂതലം, വസന്തമിങ്ങു വരാതിടം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം, നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം. മുഖവരിയൊന്നുമില്ലാതെ തന്നെ ഇതിൽ അത്യുതമായ കടമ നിർവഹിക്കുക. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നടക്കാനിരിക്കുന്ന എമർജിംഗ് കേരള എന്ന പദ്ധതിയുടെ വിമർശനാത്മകമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ചില നിലപാടുകൾ കേരള സമൂഹത്തിൻ്റെ പരിഗണനയ്ക്കായി സമർപ്പിക്കുക. കേരള വികസന ചരിത്രത്തിലെ പുതിയൊരധ്യായമാണ് ഇന്നത്തെ ജനകീയ കൂട്ടായ്മ. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന എമർജിംഗ് കേരള എന്ന നിക്ഷേപ സംഗമത്തിൻ്റെ ഉള്ളടക്കം തുറന്നു കാണിക്കുക, അത്തരം പരിപാടികൾക്ക് പിൻബലമായ സർക്കാരിൻ്റെ വികസന നയങ്ങളെ പ്രതിരോധിക്കുക, ജനകീയമായ ബദൽ വികസന സമീപനം അവതരിപ്പിക്കുക, അതിന് സഹായകമായ പരിപാടികൾ നിർദ്ദേശിക്കുക, ഇവയ്ക്കെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുക എന്നിവയാണ് ഈ കൂട്ടായ്മയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. എമർജിംഗ് കേരളയിൽ മുന്നോട്ട് വയ്ക്കുന്ന മിക്ക പ്രോജക്റ്റുകളും സമ്പന്ന വിഭാഗത്തിൻ്റെ ഉപഭോഗം ലക്ഷ്യമാക്കിയുള്ളവയാണ്. അവ സമ്പന്നരെ അതിസമ്പന്നരാക്കി സാമൂഹ്യ സാമ്പത്തിക അസമത്വം വർദ്ധിപ്പിക്കുന്നവയാണ്. പ്രൊജക്റ്റുകൾ മിക്കതും എല്ലാവർക്കും അവകാശപ്പെട്ട പ്രകൃതി വിഭവങ്ങളെ വർദ്ധിച്ച തോതിൽ സ്വകാര്യവൽക്കരിക്കാനും ചൂഷണം ചെയ്യാനും ഇടയാക്കുന്നത് എമർജിംഗ് കേരളയിലെ ഈ പൊതു സമീപനത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മിക്ക പ്രോജക്റ്റുകളും കെട്ടിട നിർമ്മാണത്തിലാണ് ഊന്നുന്നത്.
വ്യവസായത്തിന്റെ പ്രൊജക്ടുകളിൽ പോലും സ്ഥലമെടുപ്പും കെട്ടിട നിർമ്മാണവും മാത്രമേ പറയുന്നു. വ്യവസായത്തിന്റെ വിശദാംശങ്ങൾ ഒന്നും തന്നെയില്ല. വ്യവസായവൽക്കരണം എന്ന് അനുമാനിക്കാനേ കഴിയും. പക്ഷേ സ്ഥലമെടുപ്പും കെട്ടിട നിർമ്മാണവും നടക്കും എന്നുള്ളത് വസ്തുതയാണ്. ബാക്കി എല്ലാ പല പ്രൊജക്റ്റുകളിലും റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്. ഒന്നുപോലും സുസ്ഥിരമായ വികസനത്തിന് സഹായകമല്ല. നിർവഹണ രീതി പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃക ആയതിനാൽ നിയമത്തിന്റെ ഉദാക്കുരുക്ക് ഒഴിവാക്കാൻ ശ്രമിക്കും. പലതിലും സർക്കാരിന്റെ പങ്കാളിത്തം 10% താഴെ മാത്രമാണ്. പ്രൊജക്ട് തയ്യാറാക്കിയ പ്രധാന സ്ഥാപനമായ ഇൻകലിൽ പോലും സർക്കാർ ഓഹരി 26% മാത്രമാണ്. ബാക്കി 74% ഗൾഫുകാരായ ഏതാനും പ്രവാസി മുതലാളിമാരുടേതാണ്. ഇൻകലിന്റെ പ്രധാന നിർദ്ദേശങ്ങളെല്ലാം ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ചാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കാൻ സഹായകമായ ഒരു പരിപാടിയല്ല സർക്കാർ നേതൃത്വത്തിൽ പൊതുപണം ചെലവഴിച്ചുകൊണ്ട് നടപ്പാക്കുന്ന എമർജിംഗ് കേരള എന്ന മഹാമേള. സർക്കാരിന് അതിൻ്റെതായ ജനക്ഷേമ പരിപാടികൾ നടപ്പാക്കാൻ പോലും ഇവിടുത്തെ പ്രകൃതി സമ്പത്തും മനുഷ്യാധ്വാനവും തകരാതെ സംരക്ഷിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങൾ പോലും എമർജിംഗ് കേരള പ്രൊജക്ടുകൾ നടപ്പാക്കി കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെടും. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടിക്കൊണ്ടിരുന്നാൽ അത് പൊതുവിദ്യാഭ്യാസത്തെ തകർക്കും. ഭൂമി കയ്യേറ്റം ത്വരിതപ്പെടുത്തിയാൽ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥ തകരും. കാട് കയ്യേറാൻ അനുമതി നൽകിയാൽ കാടിന്റെ പാരിസ്ഥിതിക ധർമ്മം പോലും നിറവേറ്റാൻ കഴിയാതാകും. ഇവിടെ മനുഷ്യ പ്രകൃതി ബന്ധത്തിൽ അധിഷ്ഠിതമായ സന്തുലനാവസ്ഥ തന്നെ തകർന്നു പോകും. മാത്രമല്ല പൊതു സ്വകാര്യ സന്തുലനവും സംരക്ഷിക്കാൻ കഴിയാത്ത വിധം പൊതുമേഖലയും ദുർബലപ്പെടും. വിനോദ വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചും റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയും ഗൾഫ് മുതലാളിമാരെ ആശ്രയിച്ചും കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് സർക്കാർ ധാരണയെന്നുണ്ടെങ്കിൽ അത് ആത്മഹത്യാപരമായ നിലപാടാണ് എന്നതിൽ സംശയമില്ല. ഇവിടെയാണ് ഒരു ബദൽ വികസന നയവും അതിന്റെ പരിപാടികളും പ്രസക്തമാകുന്നത്. കേരളത്തിൽ നിലവിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ മാത്രം പോരാ, മറ്റൊരു കേരളം സാധ്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക കൂടി വേണം. അത് പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ സാധ്യമാകൂ. അതിനാകട്ടെ വികസനത്തിന് സാമ്പത്തിക വളർച്ച എന്ന നിലയിലല്ല കാണേണ്ടത്. സാമൂഹ്യ നീതിയും സുസ്ഥിരതയും ജനപക്ഷ മുൻഗണനയും പ്രധാനമാണ്. ദരിദ്ര ജനങ്ങളിൽ കൂടിയുള്ള വരും തലമുറകളോട് നീതി പുലർത്തുന്ന ധനിക ദരിദ്ര അന്തരം കുറച്ചു കൊണ്ടുവരുന്ന നിരന്തരമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയായി വികസനത്തെ കാണേണ്ടതുണ്ട്. അതേസമയം തന്നെ കേരള വികസനത്തിന് സ്വകാര്യ മൂലധനവും ആവശ്യമാണെന്ന കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. മൂലധന സ്രോതസ് ഏതായാലും അതിന്റെ വിനിയോഗത്തിൽ സാമൂഹ്യ നിയന്ത്രണവും പ്രകൃതി സംരക്ഷണവും ഉറപ്പാക്കിയിരിക്കണം. തദ്ദേശീയ താൽപര്യങ്ങളെ ഹനിക്കുന്ന നിബന്ധനകൾ ഉണ്ടാകരുത്. ഗൾഫിൽ പണിയെടുക്കുന്നവർ ഏതാണ്ട് 60,000 കോടിയോളം രൂപ ഒരു വർഷം കേരളത്തിലേക്ക് അയക്കുന്നുണ്ട് എന്ന കാര്യം പ്രധാനമാണ്. ഇത് പരിഗണിക്കേണ്ട ഒന്നാണ്. ഈ പണത്തെ പ്രവാസി മലയാളികൾക്ക് നിശ്ചിത ലാഭം ഉറപ്പാക്കും വിധം ഉപയോഗിക്കാൻ സർക്കാർ നടപടിയെടുക്കണം. പശ്ചാത്തല വികസനത്തിന് ഈ പണത്തെ ഉപയോഗിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അവരിൽ നിന്ന് പശ്ചാത്തല വികസന കടപ്പത്രങ്ങൾ മുഖേന പണം സമ്പാദിക്കണം. അപ്പോഴും വിനിയോഗ നിയന്ത്രണം സർക്കാരിനായിരിക്കണം. അല്ലാതെ ഗൾഫ് പണത്തിന്റെ പേരിൽ ഇൻകൽ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഏതാനും പ്രവാസി മുതലാളിമാരും ഇവിടുത്തെ പുത്തൻകൂട്ട് പണക്കാർക്കും പ്രകൃതി സമ്പത്ത് കൊള്ള നടത്താൻ അനുവദിച്ചുകൂടാ. കാര്യമായ സാമ്പത്തിക വളർച്ച ഇല്ലാതിരുന്നപ്പോൾ ശക്തമായ ജനകീയ ഇടപെടലുകൾ വഴി ജീവിത ഗുണനിലവാരം വർദ്ധിപ്പിച്ച പ്രദേശമാണ് കേരളം. ഇന്നാകട്ടെ നമ്മൾ സാമ്പത്തിക വളർച്ചാ നിരക്കിലും സാമൂഹ്യ വികസന സൂചികകളിലും ഇന്ത്യയേക്കാൾ തന്നെ മുന്നിലാണ്. എന്നാൽ നേട്ടങ്ങളുടെ ഈ പെരുമ ഇന്ന് കണക്കുകളിൽ മാത്രം ഒതുങ്ങുകയാണ്. സാമ്പത്തിക വളർച്ച പ്രധാനമായും ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ടതാണ്. കാർഷിക വ്യാവസായിക മേഖലകളിൽ നിന്നുള്ള യഥാർത്ഥ വരുമാനം സംസ്ഥാന വരുമാനത്തിന്റെ 1/5 കുറവാണ്. 3/1 തുക കെട്ടിട നിർമ്മാണത്തിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൽ നിന്നുമാണ്. കണക്കുകളിൽ കാണുന്ന സാമൂഹ്യ വികസന സൂചികകളുമായി ഒത്തുപോകുന്ന രീതിയിലല്ല ഇവിടുത്തെ സാമൂഹ്യ സംഘർഷങ്ങൾ ശക്തിപ്പെടുന്നത്. സ്വൈര്യ ജീവിതം കേരളീയർക്ക് അന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യപാനം, ആത്മഹത്യ, റോഡപകടം, ജീവിതശൈലി രോഗങ്ങൾ, മനോരോഗം, ചികിത്സാ ചെലവ്, മാലിന്യം എന്നിവയെല്ലാം മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും കൂടുതലാണ്. ഈ രീതിയിൽ ഉള്ളുകൊള്ളയായ സാമ്പത്തിക വളർച്ചയിലും കണക്കിൽ മാത്രം ഒതുങ്ങുന്ന സാമൂഹ്യ വികസനത്തിലും ഇന്ന് കേരളീയർ ഊറ്റം കൊള്ളുകയും അഹങ്കരിക്കുകയുമാണ്. ഇതോടൊപ്പം കൂട്ടിവായിക്കേണ്ടതാണ് ലിംഗപരമായ തുല്യതയില്ലായ്മ, സാമൂഹ്യ പദ്ധതിയിലെ സ്ത്രീ സാന്നിധ്യത്തിന്റെ കുറവ്, ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ, കയറ്റുമതി പ്രധാനമായ കാർഷിക വ്യാവസായിക ഘടന, കാർഷികോൽപ്പന്നങ്ങളുടെ നിരന്തരമായ വിലയിടിവ് എന്നിവയെല്ലാം. എമർജിംഗ് കേരള പോലുള്ള സർക്കാർ നേതൃത്വത്തിലുള്ള ഒരു നിക്ഷേപ സംഗമം ഇത്തരം മുഖ്യ പ്രശ്നങ്ങളെയെല്ലാം അവഗണിക്കും എന്നത് മാത്രമല്ല, ഇവയെ ഇനിയും രൂക്ഷമാക്കുന്ന രീതിയിലുള്ള പരിപാടികൾ മുന്നോട്ട് വെക്കുകയും ചെയ്യും. ആഗോളവൽകൃതമായ നവലിബറൽ വ്യവസ്ഥയിൽ വലിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ ലോകം
പലതരം പ്രതിസന്ധികളെ ഒന്നിച്ച് അഭിമുഖീകരിക്കുകയാണ്. ജനാധിപത്യം, സാമൂഹ്യ നീതി എന്നിവ തകരുക വഴി രൂപപ്പെടുന്ന രാഷ്ട്രീയ പ്രതിസന്ധി, അസമത്വവും കേന്ദ്രീകരണവും വർദ്ധിപ്പിക്കുക വഴിയുള്ള സാമ്പത്തിക പ്രതിസന്ധി, ഉദാരവൽക്കരണവും ഊഹക്കച്ചവടവും സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധി, ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും രൂപം നൽകുന്ന പാരിസ്ഥിതിക പ്രതിസന്ധി, ഉത്പാദന തകർച്ചയും വിലക്കയറ്റവും സൃഷ്ടിക്കുന്ന ഭക്ഷ്യപ്രതിസന്ധി എന്നിവയൊക്കെ ഇന്നത്തെ ലോകത്തിന്റെ മുഖമുദ്രയാണ്. അവയ്ക്കെല്ലാം അടിസ്ഥാനമാകട്ടെ ലാഭം മാത്രം ലക്ഷ്യമാക്കിയുള്ള കമ്പോളത്താൽ നിയന്ത്രിക്കുന്ന ധനമൂലധനത്തിന്റെ കടന്നുകയറ്റമാണ്. അതിന്റെ പിടിയിലാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇന്ത്യയും അതിന്റെ ഭാഗമായ കേരളം. ഈ പ്രതിസന്ധി തകർന്നുകൊണ്ടിരിക്കുന്നത് ദരിദ്ര രാജ്യങ്ങളും ഏതൊരു രാജ്യത്തെയും ദരിദ്ര ജനങ്ങളുമാണ്. നമ്മുടെ നാട്ടിലും അത് തന്നെയാണ് സ്ഥിതി. ഈ സാഹചര്യത്തിൽ നിലനിൽപ്പിനായി ജനങ്ങൾ നടത്തുന്ന എല്ലാതരം സമരങ്ങളെയും വലുപ്പ ചെറുപ്പം നോക്കാതെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതിന്റെ വിശാലതയിൽ ഉൾക്കൊള്ളുകയും ഏകോപിപ്പിക്കാനും ശക്തിപ്പെടുത്താനും കഴിയും. അതിന്റെ ഭാഗമായി ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ കേരളത്തിലെ ദരിദ്ര ജനങ്ങളുടെ അവരോടൊപ്പം നിൽക്കുന്നവരുടെ വലിയൊരു പ്രക്ഷോഭമായി ഉയർത്തിക്കൊണ്ടുവരാനും കഴിയണം. അതുവഴി മാത്രമേ നാം വിഭാവനം ചെയ്യുന്ന മറ്റൊരു കേരളം നമുക്ക് സാധ്യമാവുകയുള്ളൂ. മണ്ണും വെണ്ണും കാടും നാടും പദ്ധതി പൊങ്ങുന്നു. കേരള ശാസ്ത്രീയ നമ്മളെ പോയ ചെറുപിടി മണ്ണും കേരളമിനിയും പുലരേണം. നമ്മുടെ മക്കൾക്കിവിടെ ജീവിക്കാനായി അണിചേരൂ, ജീവിക്കാനായി അണിചേരൂ. ബദൽവികസനം എന്ന് പറയുമ്പോഴത്തേക്ക് നാം മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് ഒന്നത് സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതായിരിക്കണം. പാരിസ്ഥിതികമായിട്ടും സാമ്പത്തികമായിട്ടും സുസ്ഥിരതയുള്ളതായിരിക്കണം. ലിംഗനീതി ഉറപ്പുവരുത്തുന്നതായിരിക്കണം. സാംസ്കാരികമായിട്ട് മുന്നേറാൻ കഴിയുന്നതായിരിക്കണം. ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം. അതുപോലെ തന്നെ ഇന്ന് ലോകത്തെങ്ങും ചർച്ച ചെയ്യുന്ന ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും പശ്ചാത്തലത്തിൽ യുനെസ്കോ അടക്കം ഐക്യരാഷ്ട്ര സംഘടന അടക്കം ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഹരിത സമ്പദ് വ്യവസ്ഥയെ കുറിച്ചിട്ടാണ്. അത്തരം കാര്യങ്ങളെ അടക്കം അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം നാം നമ്മുടെ വികസന പരിപാടികൾ ആലോചിക്കേണ്ടത്. ജനങ്ങൾക്കേവർക്കും ഭക്ഷണവും ആരോഗ്യവും വിദ്യാഭ്യാസവും പാർപ്പിടവും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചുമതല സർക്കാരിനുണ്ട് എന്നാണ് നാം കരുതുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് ചെറുകിട ഉത്പാദന മേഖല ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രൊഫസർ പട്നായിക് സൂചിപ്പിച്ചു. പെറ്റി പ്രൊഡക്ഷൻസ്, ചെറുകിട ഉത്പാദന മേഖലയുടെ വികാസത്തിലൂടെ മാത്രമേ ദരിദ്രപക്ഷത്തിന്റെ അവരുടെ വരുമാനവും തൊഴിലും ഉറപ്പാക്കാൻ കഴിയൂ എന്നുള്ള നിലപാടാണ് നാം മുമ്പോട്ട് വയ്ക്കുന്നത്. കേവലം പട്ടയം കയ്യിലുണ്ട് എന്നതുകൊണ്ട് ഭൂമിയുടെ ഈ സവിശേഷതകൾ മാറ്റിമറിക്കുന്നതിനുള്ള അധികാരം ഒരു വ്യക്തിക്ക് നൽകരുത് എന്നുള്ള ആശയമാണ് നാം ഉയർത്തിപ്പിടിക്കുന്നത്. നമ്മൾ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഭൂമി പൊതുസ്വത്ത് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന്റെ കാതൽ അതാണ്. ഭൂമി ദേശവൽക്കരിക്കുക എന്നുള്ളതല്ല. ഭൂമി എന്ന് പറയുന്നത് സമൂഹത്തിന്റെ സമ്പത്താണ്. അതുകൊണ്ട് സാമൂഹ്യ താല്പര്യത്തെ ഹനിക്കുന്ന ഒരു പ്രവർത്തനത്തിനും അനുവദിക്കരുത്. അതിനാൽ കൈമാറ്റങ്ങൾ നിയന്ത്രിക്കപ്പെടണം.
ഭൂമിയിലുള്ള മാറ്റങ്ങൾ നിയന്ത്രിക്കപ്പെടണം എന്നാണ് പറയുന്നത്. ഇന്ന് കേരളത്തിൽ ഭൂമിയുടെ കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രവർത്തനം കെട്ടിട നിർമ്മാണ മേഖലയാണ്. കേരളത്തിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമുക്ക് ആവശ്യത്തിലേറെ പാർപ്പിടങ്ങളുണ്ട്, കെട്ടിടങ്ങൾ പലതും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് കെട്ടിട നിർമ്മാണങ്ങൾ നിയന്ത്രണത്തിന് വിധേയമായി മാത്രമേ അനുവദിക്കാവൂ എന്ന നിർദ്ദേശമാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്നും ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. കേരളത്തിന്റെ ഭക്ഷ്യ സുരക്ഷ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ കൂടി പൂർണ്ണമായി പരാശ്രയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണ്. കൃഷിഭൂമി തരിശിടാതെ അത് പ്രയോജനക്ഷമമാക്കുന്നതിനുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടക്കണം. അങ്ങനെ ഫലഭൂയിഷ്ഠതയും പരിസ്ഥിതിയും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജൈവവളം പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ജൈവവളം പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ ഒരു ഭാഗത്ത് ശാപമായി മാറിയിട്ടുള്ള ജൈവ മാലിന്യങ്ങള് അത് വികേന്ദ്രീകരിച്ചും അല്ലാതെ സംസ്കരിച്ചുകൊണ്ട് നമുക്ക് വളമാക്കി മാറ്റാൻ കഴിയും, സമ്പത്താക്കി മാറ്റാൻ കഴിയും. അത് കൃഷിക്ക് ഉപയോഗപ്പെടുത്തണമെന്നാണ് നിർദ്ദേശിക്കാനുള്ളത്. കാർഷിക രംഗത്ത് കുടുംബശ്രീകളുടെയും മറ്റും മുമ്പിൽ നേതൃത്വത്തിൽ നടക്കുന്ന പുതിയ കൂട്ടായ്മകള് ആവേശകരമാണ്. അതിൽ നിന്നെല്ലാം തന്നെ പാഠങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, വ്യാപിപ്പിക്കേണ്ടതുണ്ട്. വ്യവസായിക മേഖലയിലെ ദരിദ്ര വിഭാഗങ്ങൾ ആശ്രയിക്കുന്ന പരമ്പരാഗത വ്യവസായങ്ങള്, സമൂഹത്തിന്റെ അടിത്തട്ടിൽ ഉള്ളവർ ഏറെയും ആശ്രയിക്കുന്ന പരമ്പരാഗത വ്യവസായങ്ങളെയാണ്. അതിനെ ശക്തിപ്പെടുത്തണം, അതിനെ ആധുനികവൽക്കരണം അടക്കമുള്ള സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മെച്ചപ്പെടുത്തണം. ആധുനിക വ്യവസായങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുമ്പോൾ ചില മാനദണ്ഡങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ഒന്നത് പരിസ്ഥിതി മലിനീകരണമില്ലാത്തതായിരിക്കണം, അതുപോലെ ഊർജം കുറഞ്ഞ തോതിൽ ഉപയോഗിക്കുന്നതായിരിക്കണം, ജലചൂഷണം കുറവ് നടത്തുന്നതായിരിക്കണം, കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്നതായിരിക്കണം. ഇത്തരത്തിൽ സാമൂഹ്യമായ നേട്ടങ്ങൾ ഉറപ്പുവരുത്തുന്ന ആധുനിക വ്യവസായങ്ങളെയാണ് നാം ആനയിക്കേണ്ടത്. കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ IT പോലുള്ള ചക്രവാള വ്യവസായങ്ങളും അതുപോലെ എഞ്ചിനീയറിംഗ് വ്യവസായങ്ങളുമാണ് ഇത്തരത്തിൽ നമുക്ക് ഏറെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നത് എന്ന് കരുതുന്നു. അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനമാണ് പലപ്പോഴും വികസനമായിട്ട് ചൂണ്ടിക്കാണിക്കാറുള്ളത്. ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ അത് റോഡാകട്ടെ, വൈദ്യുതിയാകട്ടെ, ജലമാകട്ടെ, ജലസൗകര്യങ്ങളാകട്ടെ, ബാങ്കുകളാകട്ടെ, ദേശീയ ശരാശരിയേക്കാൾ നാം മുമ്പിലാണ്. പക്ഷേ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് വലിയ നിക്ഷേപകർക്ക് വേണ്ടി ഉള്ള അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചിട്ടാണ്. കേരളത്തിലെ ഗതാഗത രംഗത്ത് വലിയ പ്രശ്നം നാം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള യാത്രയാണ്. അപകടരഹിതമായും സമയനിഷ്ഠയോടും കൂടി യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലെ റോഡുകളിലുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗതാഗത കുരുക്കുകളാണ്. ഈ ഗതാഗത കുരുക്കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടത് അതിവേഗപാതകളല്ല. ഇന്ന് ഓരോ 5 വർഷം കൂടുമ്പോഴത്തേക്ക് ഇരട്ടിയായി പെരുകുന്ന വാഹനപ്പെരുപ്പം നിയന്ത്രിച്ചുകൊണ്ട് മാത്രമേ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. നിലവിലുള്ള റോഡുകൾ വികസിപ്പിക്കണം, ബൈപ്പാസുകൾ ഉണ്ടാവണം. ഇത്തരത്തിൽ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താം. പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക എന്നതായിരിക്കണം സമീപനം. അല്ലാതെ ഏവർക്കും വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയല്ല, പൊതുഗതാഗത സൗകര്യമാണ് മെച്ചപ്പെടുത്തേണ്ടത്. ഊർജ രംഗത്ത് കേവലം ഊർജത്തിന്റെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്ന ആ ഊർജാവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് വർദ്ധിച്ച ഉത്പാദനത്തെ കുറിച്ചിട്ട് മാത്രം ചിന്തിച്ചാൽ പോരാ. ഊർജത്തിന്റെ കാര്യക്ഷമമായ വിനിയോഗവും നാം ശ്രദ്ധിക്കണം എന്നാണ് നിർദ്ദേശിക്കാവുന്നത്. പരിസ്ഥിതി നാശമില്ലാത്ത, കാടുകൾ മുങ്ങിപ്പോകാത്ത, ജൈവസമ്പത്ത് നശിക്കാത്ത ജലവൈദ്യുത പദ്ധതികൾ ആവാൻ നമുക്ക്. പക്ഷേ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു: ആണവ നിലയം വേണ്ട എന്നുള്ള സമീപനമാണ് നാം ഉയർത്തിപ്പിടിക്കുന്നത്. അതേസമയത്ത് എല്ലാ കാലത്തും ലഭ്യമാകുന്ന ഏറ്റവും പാരിസ്ഥിതിക സൗഹൃദപരമായിട്ടുള്ള സൗരോർജം പോലുള്ള പദ്ധതികൾക്ക് അതിനുവേണ്ടി വലിയ തോതിൽ ഗവേഷണവും സബ്സിഡിയും എല്ലാം നടത്തിക്കൊണ്ട് അത് വ്യാപിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാരുകൾ മുൻകൈയെടുക്കണമെന്നാണ് നിർദ്ദേശിക്കാനുള്ളത്. സേവന മേഖല, വിദ്യാഭ്യാസവും ആരോഗ്യവും ഉൾപ്പെടെയുള്ള മേഖലകള്, വിദ്യാഭ്യാസത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാടുകള് വ്യക്തിയുടെ കഴിവുകൾ വികസിപ്പിക്കാനും നാടിന്റെ വികസനത്തിന് അവ പ്രയോജനപ്പെടുത്തുകയുമാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതല്ലാതെ കേവലം അതൊരു ചരക്കായിട്ടല്ല നാം കാണുന്നത്.
ആരോഗ്യകരമായ ജീവിതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് മെച്ചപ്പെട്ട പരിസരവും പോഷകാഹാരവും രോഗപ്രതിരോധ നടപടികളുമാണ് ആവശ്യം എന്ന് നാം കരുതുന്നു. ഇത് രണ്ടും സാധ്യമാണ്. ഈ സമീപനത്തോടെ ഈ രണ്ട് മേഖലയും കാണണമെങ്കിൽ സാധിക്കണമെങ്കിൽ അത് പൊതുജന ആരോഗ്യവും അതുപോലെ പൊതുവിദ്യാഭ്യാസത്തിലൂടെയും മാത്രമേ അത് ഉറപ്പുവരുത്താൻ കഴിയൂ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് കേരളത്തിൽ എമർജിംഗ് കേരള അടക്കം മുമ്പോട്ട് വയ്ക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഒട്ടേറെ സ്വകാര്യ പദ്ധതികൾ, വൻകിട പദ്ധതികൾ വീണ്ടും നിർദ്ദേശിക്കുന്നു. പക്ഷെ ഇന്ന് കേരളത്തിന്റെ മുഖ്യ പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ട് മേഖലയും വലിയ തോതിൽ സ്വകാര്യ മൂലധനം ഉണ്ട് എന്നുള്ളതാണ്. മൂലധനത്തിന്റെ അഭാവമല്ല, ആധിക്യമാണ് നാം നേരിടുന്ന പ്രശ്നം. അതിന്റെ ഫലമാണ് സാമൂഹ്യ നീതിയുടെ നിഷേധവും ഗുണനിലവാര തകർച്ചയും രണ്ടും ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്നു. അതുപോലെ ഗുണനിലവാര തകർച്ച ഇല്ലാതായിക്കൊണ്ട് ഗുണനിലവാര തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സർക്കാരിന് ഒരു സമഗ്ര ആരോഗ്യ വിദ്യാഭ്യാസ നയം ഉണ്ടാവണം. അതുപോലെ അവശ്യ മരുന്നുകൾ, കേരളം മരുന്നുകളുടെ വലിയൊരു കമ്പോളമാണ്. അവശ്യ മരുന്നുകൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ ജില്ലകളിലും പറ്റിയെങ്കിൽ അവശ്യ മരുന്നുകൾ ഉത്പാദിപ്പിക്കാനുള്ള കമ്പനികൾക്ക് സാധ്യതയുണ്ടെന്നുള്ള ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. സാംസ്കാരിക രംഗത്ത് എമർജിംഗ് കേരളയിൽ തന്നെ ഒട്ടേറെ ടൂറിസം പദ്ധതികൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അടിസ്ഥാന തൊഴിൽ രൂപങ്ങളെ ഇല്ലാതാക്കിയിട്ടുള്ള ടൂറിസം പദ്ധതികളെ, ഭൂമിയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിക്കുന്ന ടൂറിസം പദ്ധതികളെ നമ്മൾ ശക്തിയുക്തം എതിർക്കേണ്ടതാണ്. പ്രകൃതിയുടെ സ്വാഭാവിക രമണീയതയെ പരിപാലിച്ചുകൊണ്ടുള്ള വിനോദ സഞ്ചാരത്തിന് മാത്രമാണ് നാം പിന്തുണ നൽകേണ്ടത് എന്ന നിലപാടാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. വിവിധ മേഖലകളില് പൊതു ഇടപെടലുകൾ വ്യാപിപ്പിക്കുക എന്നതിന്റെ അർത്ഥം സർക്കാർ വർദ്ധിച്ച തോതിൽ ഇടപെടുക എന്നുള്ളതാണ്. സർക്കാർ അങ്ങനെ വർദ്ധിച്ച തോതിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ വിവിധ സർക്കാരുകൾക്ക് പണം വേണം. പലപ്പോഴും പണത്തിന്റെ അഭാവത്താലാണ് സ്വകാര്യ മേഖലകളോട് നിക്ഷേപിക്കാനായിട്ട് പറയുന്നത്. പക്ഷെ പണമില്ല എന്ന് പറയുകയല്ല വേണ്ടത്, പണം ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്ന നിലപാടാണ് നമ്മുടേത്. നിയോജക കാലഘട്ടത്തിൽ സാമ്പത്തിക വളർച്ച ദുരിതപ്പെട്ടു. സമ്പന്ന വിഭാഗത്തിന്റെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിച്ചു. പക്ഷെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം, കേരളത്തിന്റെ ധനകാര്യസ്ഥിതിയിൽ ഈ സാമ്പത്തിക വളർച്ചയും അതുപോലെ സമ്പന്ന വിഭാഗത്തിന്റെ സാമ്പത്തിക ശേഷിയും പ്രതിഫലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം ഈ വിഭാഗങ്ങളിൽ നിന്ന് വർദ്ധിച്ച തോതിൽ നികുതി സമാഹരിക്കുന്നതിനുള്ള വൈമുഖ്യമാണ്. സമ്പന്ന വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ നികുതി പിരിക്കുകയും, നികുതി പിരിക്കാതിരിക്കുകയല്ല, കൂടുതൽ നികുതി പിരിക്കുക, അത് സമ്പന്ന വിഭാഗങ്ങളിൽ നിന്ന് പിരിക്കുകയും അത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുമാണ് വേണ്ട എന്ന നിലപാടാണ് നാം മുമ്പോട്ട് വയ്ക്കുന്നത്. ഇന്ന് കേരളത്തിന്റെ വരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് നൽകുന്നത് ഒന്ന് മദ്യമാണ്, മദ്യവിൽപ്പനയിലൂടെയാണ്, മറ്റൊന്ന് ലോട്ടറിയിലൂടെയാണ്. അങ്ങനെ മദ്യവിൽപ്പനയിൽ ലോട്ടറിയും നടത്തി ഇവിടുത്തെ സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഏർപ്പാട് അത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. കേരളത്തിൽ വലിയ തോതിൽ ബാങ്കുകൾ നിക്ഷേപങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്, സഹകരണ ബാങ്കുകൾ നിക്ഷേപങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ നിക്ഷേപങ്ങളെയൊക്കെ തന്നെ ഇന്ന് ഉപയോഗപ്പെടുത്തുന്നത് സ്വകാര്യ മേഖലയിലാണ്. ഈ നിക്ഷേപങ്ങളെ പൊതുമേഖലയിൽ പൊതു സംരംഭങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. പ്രാദേശിക ഭരണകൂടങ്ങൾക്കടക്കം അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതിലാവശ്യമായ നിയമനിർമ്മാണങ്ങൾ, നിയമ ഭേദഗതികൾ റിസർവ് ബാങ്കിന്റെയും മറ്റു നിയമങ്ങളിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സമ്മർദ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. ഏകദേശം 30,000 കോടി മുതൽ 1,00,000 കോടി രൂപ വരെ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിൽ സമാഹരിക്കാൻ, നമുക്ക് ഇവിടെ സമാഹരിക്കാനായിട്ട് ഒരു വിദേശ പണത്തിന് പോകണ്ട എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. കേരളത്തിലെ ജനകീയ സംവിധാനങ്ങളെ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. കുടുംബശ്രീകൾ, വിവിധ ജനകീയ കൂട്ടായ്മകൾ, അതുപോലെ സഹകരണ മേഖല ഒക്കെ തന്നെ നാം വിഭാവനം ചെയ്യുന്ന ഒരു പുതിയ കേരളത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഉള്ള ബദൽ മാതൃകകൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കാൻ കഴിയുന്ന ശക്തികളായിട്ടാണ് നാം കാണുന്നത്. ഈ ഒരു വികസന കാഴ്ചപ്പാടോടെ പുതിയൊരു കേരളം സാധ്യമാക്കാൻ എല്ലാവരും തയ്യാറാകണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിലെ ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അണിനിരന്ന മുഴുവൻ ജനങ്ങളോടും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്.
നിർമ്മാണം ഒരു ബദൽ വികസന കാഴ്ചപ്പാടോടെ ഒരു ബദൽ വികസിത സമൂഹം, ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് തീർച്ചയായും രാഷ്ട്രീയ തലത്തിലുള്ള ചില തീരുമാനങ്ങൾ വേണം. പക്ഷെ ആ രാഷ്ട്രീയ തീരുമാനങ്ങൾ മാത്രം പോരാ, ചില പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയ തീരുമാനങ്ങളെ അടക്കം സ്വാധീനിക്കാൻ തക്കവണ്ണമുള്ള ഇടപെടലുകൾ സൃഷ്ടിക്കാൻ കഴിയുക പ്രാദേശിക തലത്തിലാണ് എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അപ്പോൾ പ്രാദേശിക സമൂഹത്തിന്റെ മുൻകൈയോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളെ പഠിച്ചുകൊണ്ട് പുതിയ ബദൽ രൂപങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയാണ് വേണ്ടത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം നൽകുക എന്ന ചുമതലയാണ് ശാസ്ത്രായുധ പരിഷത്ത് ഏറ്റെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ വികസന രംഗത്ത് വിനാശകരമായ നയങ്ങൾ വരുമ്പോൾ, രാഷ്ട്രീയ തീരുമാനങ്ങൾ വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുമെന്നും ഞങ്ങൾ കരുതുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് ഒരു വാക്ക് പറയാനുണ്ട്. ഇന്ന് രാഷ്ട്രീയത്തിന് അതീതമായ വികസനത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ എവിടെയും കേൾക്കുന്നത്. ആ രാഷ്ട്രീയത്തിന് അതീതമായ വികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പന്നവർഗം മുമ്പോട്ട് വയ്ക്കുന്ന സമ്പന്ന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആ വികസന നയത്തോട് ആരും എതിർക്കരുത് എന്നാണ്. അതിന്റെ അനുഭവങ്ങളെ അവിടെ അവതരിപ്പിക്കുകയാണ്. ആ പ്രശ്നങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകാനില്ല, പക്ഷെ അതൊരു അനുഭവമാണ്. ഇഷ്യൂ ബേസ്ഡ് സമരങ്ങൾ കേരളത്തിൽ നിന്ന് ഉയർന്നു വരികയാണ്. ആഗോളവൽക്കരണത്തിന്റെ നയങ്ങളുടെ കെടുതികളുടെ ഫലമായിട്ട് ജനങ്ങൾ വിവിധ തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ആ ചെറുത്തുനിൽപ്പുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ആ ചെറുത്തുനിൽപ്പുകളെ കൂടുതൽ സമഗ്രമാക്കിക്കൊണ്ട്, കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് ഉയർന്നു വരികയാണെങ്കിൽ പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നയങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയും. അതിനു വേണ്ടിയുള്ള പ്രതിജ്ഞയാണ് ഈ കൂട്ടായ്മയിൽ നാം ഉയർത്തിപ്പിടിക്കുന്നത്. ഒരടിച്ചു നേടിയ കരള് പൊതുവിടങ്ങളൊക്കെയും വിറ്റിടുന്നു കൂട്ടര്. പൊതുവിടങ്ങളൊക്കെയും. നമസ്കാരം. വികസനം അതു മധ്യ മനസ്സിനടിയിൽ നിന്നു തുടങ്ങണം. വികസനം അതു മധ്യ മനസ്സിനടിയിൽ നിന്നു തുടങ്ങണം. വികസനം അത് നന്മ പൂക്കും ലോക സൃഷ്ടിക്കാവണം. വികസനം അത് നന്മ പൂക്കും ലോക സൃഷ്ടിക്കാവണം. മണ്ണും മിണ്ണും മേടുകളും നമ്മുടെ പുറയും മനസ്സും സ്വാർത്ഥ ചിന്തകളുള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരുവോ. സ്വാർത്ഥ ചിന്തകളുള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരുവോ. ചുട്ടരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നുടെ നന്മകൾ. ചുട്ടരിച്ചു കളഞ്ഞുവോ ഈ ഭൂമി തന്നുടെ നന്മകൾ. നനവു തിരിയും മനസ്സുണർന്നു. 10,000 കോടി ഉറുപ്പിക കേന്ദ്രം നേരിട്ട് ഇവിടെ ഇറക്കും. അക്കം പാർത്തു പറക്കുന്നു. ഒരുമയോടെ നമുക്ക് നീങ്ങാം തുയിലുണർത്തുക കൂട്ടരെ. ഒരുമയോടെ നമുക്ക് നീങ്ങാം തുയിലുണർത്തുക